ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാനഡയിലെ ലൈബ്രറി കാണിച്ചു തരാം. ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ട ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ലൈബ്രറി ബുക്ക് വായിക്കാൻ മാത്രമല്ല, ഇവിടുത്തെ ലൈബ്രറി നമുക്ക് ചീപ്പായിട്ട് പ്രിൻ്റ് ഔട്ടും കോപ്പീസൊക്കെ എടുക്കാം. പൊതുവേ കാനഡയിലെ മറ്റ് ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ലൈബ്രറിയിൽ ഭയങ്കരമായിട്ട് റേറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു ബൾക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കിച്ചണറിൻ്റെ ലൈബ്രറി കാണിച്ചു തരാം കേട്ടോ. സോ ഈ കാണുന്ന ബസ്സില്ലേ, ആ ബസ്സാണ് നമുക്ക് പോകാനുള്ളത്. അതിനി ഇങ്ങനെ കറങ്ങി, അതായത് കാനഡയിൽ റൈറ്റ് സൈഡിൽ കൂടെയാണ് വണ്ടികളൊക്കെ ഓടിക്കുക, നമ്മുടെ അവിടെ ലെഫ്റ്റ് അല്ലേ. അപ്പോൾ അതിങ്ങനെ കറങ്ങി നമ്മുടെ ഇതിലേ വന്നിട്ട് ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. 201, 33 ബസ്സൊക്കെ ഇവിടെ നിർത്തുള്ളൂ. വേറെ ഒരു ബസ് ഇവിടെ നിർത്തില്ല. നമ്മുടെ നാട്ടിൽ എല്ലാ ബസ് സ്റ്റോപ്പിലും എല്ലാ ബസ്സും നിർത്തില്ലേ, ഇവിടെ അങ്ങനെയല്ല. ഓരോ നമ്പർ അനുസരിച്ചിട്ടാണ് ഇവിടെ നിർത്തുക. അപ്പോൾ നമ്മൾ ഇനി ആ ബസ് വരുമ്പോൾ ബസ് വന്നു, നമ്മളിത് നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്ത് കയറിപ്പോണം. താങ്ക് യു. ഇത്ര ഹൈറ്റിൽ അവിടെ മഞ്ഞ്. സോ ഇതാണ് നമ്മുടെ കിച്ചണറിലെ ഒരു ലൈബ്രറി. അങ്ങനെ കുറേ ഉണ്ട്. ആക്ച്വലി ഈ കാണുന്ന ബിൽഡിംഗ് ഇവിടുത്തെ ഒരു സ്കൂളാണ്. അപ്പോൾ മോസ്റ്റ്ലി ഇവിടുത്തെ ലൈബ്രറിയൊക്കെ സ്കൂളിനോട് ചേർന്നിട്ടായിരിക്കും. പക്ഷേ ഓപ്പൺ ലൈബ്രറി, അതായത് കമ്മ്യൂണിറ്റിക്ക് കയറാം. അതേപോലെ മെമ്പർഷിപ്പൊക്കെ ഫ്രീ ആണ് നമുക്ക്. അങ്ങനെ 1 ഇയർ എങ്ങാണ്ട് നമുക്ക് ഡേറ്റ് ഉണ്ട് അതിന്. അങ്ങനെ പേ ഒന്നും ചെയ്യണ്ട. പിന്നെ ഒരു 1 അവർ നമുക്ക് ഇവരുടെ സിസ്റ്റം യൂസ് ചെയ്യാം. പിന്നെന്താ, നമുക്ക് ബുക്സ് എത്ര വേണമെങ്കിൽ കൊണ്ടുപോകാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1 മന്തോളം നമുക്ക് നമ്മുടെ കയ്യിൽ വയ്ക്കാം. അതിനൊന്നും വേറെ പേയ്മെൻറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സോ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പ്ലേസാണ്. ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കാനും ബുക്സൊക്കെ വായിക്കുന്നവർക്ക് നല്ലൊരു സ്പേസും കൂടിയാണ്. അങ്ങനെ എക്സ്പെൻസീവും അല്ല, അടിപൊളിയാണ് ഇവിടുത്തെ. എന്തായാലും സ്റ്റാഫായാലും ഭയങ്കര നല്ല ഫ്രണ്ട്ലിയാണ്. സോ ഇതാണ് ഇവിടുത്തെ ഒരു ലൈബ്രറി. ഈ ഇരിക്കുന്ന ആളെ കണ്ടോ? ആക്ച്വലി ഇത് നമ്മൾ ഇമിഗ്രേഷൻ സർവീസിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ എംപ്ലോയിയാണ്. പ്രത്യേകിച്ച് ഈ ന്യൂ കമേഴ്സിന്, അതായത് കാനഡയിൽ വരുന്ന ന്യൂ കമേഴ്സിന് വേറെ രാജ്യത്തു നിന്ന്, ഫോറിൻ കൺട്രീസിൽ നിന്ന് അവർക്ക് വേണ്ട ഹെൽപ്പും അവരുടെ സജഷൻസ്, ഒരു ഗൈഡ് പോലെയാണ് പുള്ളിക്കാരൻ. ഇതൊക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആട്ടോ. നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഇവിടുത്തെ ഗൈഡ് ചെയ്യും, ഇവിടുത്തെ വർക്ക് കൾച്ചർ, അതേപോലെ കോണ്ടാക്ട്സ് എങ്ങനെ ഉണ്ടാക്കുക, ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എങ്ങനെയാണ്, അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പുള്ളി അതുപോലെ ഷെയർ ചെയ്യും. അതായത് ഒരു ഫ്രണ്ടിനെ പോലെ ഓപ്പോസിറ്റ് ഇരുന്ന് ഒരു മെൻറ്റർ, ഒരു ഫ്രണ്ട്, നമുക്കെല്ലാം ചോദിക്കാം, എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യാം. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട് പോലെയാണ് പുള്ളിക്കാരൻ അവിടെ. അത് എല്ലാ ലൈബ്രറിയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു അടിപൊളി സർവീസാണ് ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് സർവീസ്. സോ നമ്മൾ ഏതെങ്കിലും ബുക്കൊക്കെ എടുത്താൽ നമുക്കത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബില്ല് ചെയ്യണതും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് നമുക്കിപ്പോൾ അവിടെ ക്യാഷിൻ്റെ അവിടെ പോകേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഫ്രീ ആട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബുക്ക് ഈ സ്റ്റാൻഡിൽ വയ്ക്കാം. ബാക്കി അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ, അക്കൗണ്ടിൻ്റെ അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പറും അങ്ങനെയൊക്കെ. നോക്ക്.
അല്ല തിരിക്കും. വേറൊരു ഹൈലൈറ്റ് ഈ ലൈബ്രറി എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കമ്മ്യൂണിറ്റി പൂള്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വിൻ്ററിൽ ആരെങ്കിലും ഈ മഞ്ഞത്ത് പൂളിലൊക്കെ ഇറങ്ങുമെന്ന്. ഇവിടെ നമ്മുടെ വാം വാട്ടർ ആയിരിക്കും കിട്ടുക. സോ ഇത് ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സെൻറ്ററിലൊക്കെ ഈ പൂൾ അവൈലബിൾ ആണ്. ഞങ്ങൾ കയറാത്തത് കൊണ്ട് എനിക്കതിൻ്റെ മെമ്പർഷിപ്പോ കാര്യങ്ങളൊന്നും അറിയില്ല. കയറണം. അപ്പോൾ ഇതാണ് അങ്ങനെ ലൈബ്രറി വിഷയം. ഞങ്ങൾ ഒരു ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു. അതായത് ഒരു ഫോൾ സമയത്ത് നവംബറിന് തൊട്ട് മുന്നേ. അപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ നല്ല ഭംഗിയുള്ള പച്ചപ്പും നല്ല ഭംഗിയുള്ള പൂക്കളും ഇലകളൊക്കെ ആയിരുന്നേ. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ പച്ചപ്പും ഇല്ല, പൂവും ഇല്ല, ഫുൾ മഞ്ഞും വെള്ളയാണ്, മൊത്തത്തിൽ വെള്ളയാണ്. ഭയങ്കരമായിട്ടൊരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണത്. ആക്ച്വലി ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾ അപ്പോൾ ഇറങ്ങി വരുന്ന വഴി അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ഓരോ ക്രിസ്മസ് ട്രീസൊക്കെ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇത് കണ്ടോ, ഫുൾ മഞ്ഞും അതിൻ്റെ സെൻറ്ററിൽ ഓരോരോ മരങ്ങളും ചെറിയ ചെറിയ വീടുകളും